ഹായ്, 5.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1800 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഈ വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനും അതോടൊപ്പം തന്നെ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഹനീഫ്, അനുരാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് ഒരു 12ഓളം സൈറ്റുകളിൽ ഇപ്പോൾ കറന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് അലൈ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് കിടക്കും. ആദ്യമായിട്ട് നമുക്ക് ഈ വീടിന്റെ ഫൗണ്ടേഷൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. 1805 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഏരിയ വരുന്നത്. എങ്കിലും 1235 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ 4,34,000 രൂപ വരുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയാം. അടുത്തായിട്ട് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്ക്, അതായത് ബ്രിക്ക് വർക്ക് ലിന്റിൽ മുതൽ റൂഫ് സ്ലാബ് വരെയുള്ള വാർക്ക് വരെയുള്ള കോസ്റ്റ് രണ്ട് നിലകളിലും ആയിട്ടാണ് ഇതിൽ പറയുന്നത്. 13,47,000 രൂപ വരുന്നുണ്ട്. പിന്നീട് അതിന്റെ ഫിനിഷിംഗ് വർക്ക്, പ്ലാസ്റ്ററിംഗ്, പെയിന്റ്, ടൈല്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ് ഇതൊക്കെ ആയിട്ട് നമുക്ക് 17,81,000 രൂപയും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ 36,38,000 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും എത്രയാണ് അതിന്റെ ചെലവ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ തന്നെയാണ്. ഫൗണ്ടേഷനിൽ നമുക്ക് എർത്ത് വർക്ക്, മണ്ണ് വാനം കോരുന്നതിനൊക്കെ ആയിട്ട് 16,000 രൂപയോളം വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലോട്ടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് സൈറ്റ് ക്ലിയറിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ കോസ്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതില് റബിൾ ഫൗണ്ടേഷന്റെ കോസ്റ്റാണ് ഞാൻ പറയുന്നത്. 2 ലക്ഷം രൂപയാണ് കരിങ്കല്ലിന്റെ വർക്കിന് വരുന്നത്. ലേബർ പ്ലസ് മെറ്റീരിയൽ ആണ് എല്ലാത്തിലും പറയുന്നത്. 2 ലക്ഷം രൂപ വരുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 87,000 രൂപയും വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഫൗണ്ടേഷനിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 63,000 രൂപ അതിന്റെ കോസ്റ്റ് വരും. നമ്മൾ സൈറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നീട് അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റ് 67,000 രൂപ. ഇങ്ങനെയാണ് നമുക്ക് 4,34,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തായിട്ട് ബ്രിക്ക് വർക്ക് 2 നിലകളിലായിട്ട് നമുക്ക് 5,79,000 5,80,000 രൂപയോളം ബ്രിക്ക് വർക്കിന്റെ കോസ്റ്റ്. അത് നമ്മൾ സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള റേറ്റ് ആണ് ഇത് പറയുന്നത്. 5,80,000 രൂപ വരുന്നുണ്ട്. പിന്നീട് ലിൻഡൽ, സൺഷെയ്ഡ് ഒക്കെ ആയിട്ട് 2,25,000 രൂപയും വരുന്നുണ്ട്. ഇനി റൂഫ് സ്ലാബ് 2 നിലകളിലായിട്ട് നമ്മൾ വാർക്ക ചെയ്യുന്നതിനായിട്ട് 5,42,000 രൂപയും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫൗണ്ടേഷൻ മുതൽ വാർക്ക വരെയുള്ള സ്റ്റേജിൽ നമുക്ക് 17,81,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരും. പിന്നീട് അതിന്റെ പ്ലാസ്റ്ററിങ് വരുന്നത് 3,87,000 രൂപയാണ് പ്ലാസ്റ്ററിങ് വരുന്നത്. പെയിന്റിങ് 2,85,000 രൂപ. ടൈല് 3,20,000 രൂപയും വരുന്നുണ്ട്. പിന്നീട് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3,82,000 രൂപ. ഡോർസ് ആൻഡ് വിൻഡോസ് 4 ലക്ഷം രൂപയും വരുന്നുണ്ട്. പിന്നീട് ഒരു 75,000 രൂപ അതിന്റെ എക്സ്ട്രാ കുറച്ച് ഡിസൈൻ വർക്കുകളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആകെ 36,38,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ കോസ്റ്റ് വരുന്നത്. 1805 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഏരിയയോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 2,016 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ലൊക്കേഷൻ മാത്രമല്ല, നമുക്ക് 1,800 സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത് കൊണ്ട് എല്ലാ 1,800 സ്ക്വയർ ഫീറ്റും നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് 2,016 രൂപ വെച്ച് ചെയ്ത് 36,38,000 ചെയ്യാം എന്നൊന്നും അല്ല പറയുന്നത്. ഇതൊരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഓരോ സ്ഥലത്തും റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ലേബർ കോസ്റ്റ് ആയാലും മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു റേറ്റ് ഇട്ടത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആവറേജ് റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് അലൈ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാൻ ഒക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു സെറ്റ് ഔട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് കാണാവുന്നതാണ്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസ്, ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. 320x410 സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ സൈസ്. ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 196x200 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ട്. ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ 310x330 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ഡൈനിങ് വരുന്നുണ്ട്. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ റൂം വരുന്നത്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360x330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330x360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. 360x330 സെന്റിമീറ്റർ എന്നാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു ബാൽക്കണി, ഒരു അപ്പർ ലിവിംഗ് സ്പേസും കാണാവുന്നതാണ്.